ബാലരമ അനിവേദ്യമാമൊരു കാലഘട്ടത്തിന്റെ അതിർവരമ്പില്ലാത്ത അവിസ്മരണീയമാം അവശേഷിപ്പുകൾ. അതൊരു അത്ഭുത ലോകമായിരുന്നു. അതിനുള്ളിലെ ഓരോ കഥകളും കഥാപാത്രങ്ങളും എത്ര തീവ്രമായ ആവേശവും ഉത്സാഹവും ആനന്ദവും തീർത്തിരുന്നു. മായാവിയും മൗഗ്ലിയും സൂത്രനും ഷേരുവും ജമ്പനും തുമ്പനും തുടങ്ങിയ അനവധി കഥകളും കഥാപാത്രങ്ങളും സഹകഥാപാത്രങ്ങളും ഇന്നും എൻ സ്മരണകളിൽ വസന്തം നിറയ്ക്കുന്നു. പുതിയ ബാലരമ വാങ്ങുമ്പോൾ തന്നെ വായന തുടങ്ങിയാൽ ആ കഥകൾ തീർന്നാലേ ബുക്ക് താഴെ വയ്ക്കാറുണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് സങ്കടം തുടങ്ങുന്നത്. ഇനിയും ഒരാഴ്ച കാത്തിരിക്കണമല്ലോ അടുത്ത ലക്കം വാങ്ങുവാൻ വേണ്ടി. ഇതിനിടയിൽ ചിലപ്പോഴൊക്കെ പണമില്ലാതായാൽ വാങ്ങാനും കഴിയാതെ പുതിയ ലക്കങ്ങൾ കടകളിൽ പൂമാല പോലെ കാറ്റിൽ അലസമിളകിക്കിടക്കുന്നത് കൊതിയോടെ നോക്കി നടന്നിട്ടുമുണ്ട്. ആരുടെ വീട്ടിൽ പോയാലും പുസ്തകക്കെട്ടുകൾക്കിടയിൽ ഞാൻ മുങ്ങിപ്പോകാറുണ്ട്. ബാലരമാ പ്രണയം അതിതീവ്രമായൊരാ ബാല്യകാലങ്ങൾക്കാകെ അതിഗംഭീര ഭാവനകളുടെ വർണ്ണങ്ങളുണ്ടായിരുന്നു. ബാലരമയെ സ്കൂളിലും കൊണ്ടുപോയി കൂട്ടുകാർ ഞങ്ങൾ പരസ്പരം കൈമാറി വായിക്കുന്നതും ചിലർ തിരികെ തരാതാകുമ്പോൾ വഴക്കിടുന്നതും പിന്നെ അത് ടീച്ചർ കണ്ടെത്തി കൊണ്ടുപോകുമ്പോഴും ഉച്ചയ്ക്കും വൈകിട്ടും ഇടവേളകളിലുമായി സ്റ്റാഫ് റൂമിലും ടീച്ചറിന്റെ പിന്നാലെയും അത് തിരികെ വാങ്ങാൻ കെഞ്ചി നടക്കുന്നതും കാര്യം അറിഞ്ഞ് വീട്ടിൽ നിന്നും അടി വാങ്ങുന്നതും തുടങ്ങി ഊണിലും ഉറക്കത്തിലും ചേർത്ത് പിടിച്ചിരുന്നൊരു നിധിയായിരുന്നു എനിക്ക് ബാലരമ. ബാലഭൂമിയും ബാലമംഗളവും അതിലെ കൂട്ടുകാരിയും ഒക്കെ എനിക്ക് ഇഷ്ടമായിരുന്നുവെങ്കിലും ഏറ്റവും അധികം പ്രിയം ബാലരമയോട് തന്നെ. മറ്റെല്ലാ വീട്ടിലും TV ഉള്ളപ്പോഴും കറണ്ട് പോലുമില്ലാത്ത എൻ്റെ കുഞ്ഞു വീട്ടിൽ ഏക മകളായിരുന്ന എനിക്ക് കൂട്ടും ബാലരമ തന്നെയായിരുന്നു. ഒരു വലിയ ചാക്കു നിറയെ ഞാൻ ശേഖരിച്ചു വച്ചിരുന്ന എൻ്റെ ആ മൂല്യമേറിയ കഥക്കെട്ടുകൾ പലതവണ മഴയിൽ ചോർന്നൊലിക്കുന്ന വീട്ടിനുള്ളിലിരുന്നു നനഞ്ഞു. പിന്നെ തണുപ്പ് തേടിയെത്തിയ ചിതലുകളും ഭക്ഷണമാക്കി. ചിതൽ തിന്നതിൻ്റെ മിച്ചവും കീറലുകളും കൂട്ടിച്ചേർത്തൊട്ടിച്ചതും എല്ലാം ഞാൻ വീണ്ടും കൊതിയോടെ ചേർത്ത് വെച്ചു. ഒടുവിൽ അതെല്ലാം ആ വീടിനൊപ്പം ഒടുങ്ങി എൻ്റെ ഭൂതകാലത്തിൽ അലിഞ്ഞു ചേർന്നു. എങ്കിലും ഇന്നും എൻ ഹൃത്തിൻ്റെ ഉള്ളിൽ ഒരു പെട്ടിയിൽ അടച്ച എൻ ഓർമ്മകൾക്കൊപ്പം അവയോരോന്നും ഇന്നും കഥകളുടെ മണം പടർത്തുന്നുണ്ട്. അതെ, ആ പുസ്തകങ്ങൾക്ക് കഥകളുടെ മണമായിരുന്നു.